قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ ഇ ജബാറിനുള്ള മറുപടി എന്നുള്ള പാർട്ടിൽ 52ാമത്തെ പാർട്ടിലാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഇദ്ദേഹം പറയുന്ന വിമർശനം എന്താണെന്ന് നോക്കാം. എന്നും ഉള്ളതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തായാലും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് അതിനുള്ള മറുപടിയിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. 12ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. നിശ്ചയമായും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, അവർ മുമ്പ് ചെയ്തു വെച്ചതും അവരുടെ പ്രവർത്തന ഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നുമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തമായ രേഖയിൽ നാം കണക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ 2 രേഖകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നേരത്തെ എല്ലാം തീരുമാനിച്ച് ഒരു വലിയ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുത്തും കോമയും വ്യത്യാസമില്ലാതെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ രണ്ടാമത് ഒരു രേഖപ്പെടുത്തലും കൂടെ ഉണ്ട്. ഓരോരുത്തരുടെയും തോളിൽ മലക്കുകൾ ഇരുന്നിട്ട് രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഈ 2 രേഖപ്പെടുത്തലും ഒരു സർവജ്ഞാനിയായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ഒരു സബബുൻ നസൂൽ കൂടെ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ആ സബബുൻ നസൂൽ എന്താന്ന് വെച്ചാൽ, ആദ്യകാലത്ത് മുഹമ്മദും അനുയായികളും നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലത്തേക്ക് മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകൾ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും നടന്നു വന്ന് ഒത്തുകൂടുകയായിരുന്നു. അങ്ങനെ വളരെ ദൂരെ താമസിച്ചിരുന്ന ഒരാൾ താൻ താമസം തന്നെ ഇങ്ങോട്ട് മുഹമ്മദ് താമസിക്കുന്നതിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തിന്റെ അടുത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നാണ്. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് സബബുൻ നസൂലിൽ പറയുന്നത്. കാരണം അങ്ങനെ താമസം മാറൊന്നും വേണ്ട, അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഓരോ അടിയും ഇത്ര അടി നടന്നിട്ടാണ് നിസ്കരിക്കാൻ വന്നത് എന്ന് മലക്ക് എഴുതി വെക്കും. അങ്ങനെ എഴുതി വെക്കുമ്പോൾ ഓരോ അടിക്കും പ്രത്യേകം കൂലി കിട്ടും. അതുകൊണ്ട് ആരും പള്ളിയുടെ അടുത്തേക്ക് താമസം മാറ്റൊന്നും വേണ്ട, എത്ര ദൂരം നിന്നാണ് വരുന്നത് ആ ദൂരത്തിനനുസരിച്ച് അവർ നടക്കുന്ന ദൂരത്തിൽ നടക്കുന്ന സ്റ്റെപ്പിനനുസരിച്ച് കൂലി കൂടുതൽ കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്രേ ഈ ആയത്തിറങ്ങിയത്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം 2 രേഖകൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിങ്കൽ ഉള്ള രേഖ, അതായത് ലോകാവസാനം വരെ, ലോകം സൃഷ്ടിച്ചത് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് മുതൽ തന്നെ എന്തൊക്കെ നടക്കും എന്നുള്ളത്, ഒരു ഇല വീകുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് അവൻ്റെ യുക്തിയാണ്. ഇപ്പോൾ രേഖപ്പെടുത്തി വെക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അത് അവൻ്റെ അള്ളാഹുവിൻ്റെ യുക്തിക്കനുസരിച്ചാണ് അവൻ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്, ഒരു മനുഷ്യരുടെയും അവരുടെ കർമ്മങ്ങൾ അവർ ഓരോന്നും ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ രേഖപ്പെടുത്തുന്ന ചില രേഖപ്പെടുത്തലുകാരായിട്ട് ചില മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? സർവശക്തനായ സർവ കാര്യങ്ങളും അറിയുന്ന സൃഷ്ടാവിന് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇയാൾക്ക് അറിയായിട്ടാണോ എന്തോ എനിക്കറിയില്ല, അല്ലാഹു അലം. അപ്പം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, എല്ലാ മനുഷ്യരും മരണത്തിന് ശേഷം അവരുടെ പരലോക ജീവിതത്തിൽ അവിടെ എത്തുമ്പോൾ ഇപ്പം ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും ഒരു വിഭാഗം ആളുകൾ എന്താവും, നരകത്തിലേക്കും പോകും. തെറ്റ് ചെയ്തുകൊണ്ട് അവസാനം മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിലേക്കാണ് പോവുക. അതേ സ്ഥാനത്ത് അവർ വിചാരിച്ചിട്ടുണ്ടാവുക എന്താ, ഞങ്ങൾ സൽപ്രവർത്തനങ്ങളാണ് ചെയ്തത് എന്നുള്ളതായിരിക്കും. ആർക്കും ഇവിടെ തെറ്റ് ചെയ്യുകയാണ് എന്ന ബോധ്യത്തോടെയല്ല അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ തെറ്റ് ആണ് പക്ഷേ അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലും തെറ്റ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം, ഈ സ്വർഗത്തിലിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെ സുഖങ്ങളാണ് അവിടെ ഉള്ളത്. അതേ സ്ഥാനത്ത് നരകത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുക, നമ്മളെന്തിനപ്പോൾ ഇത്, നമ്മൾ നിഷേധിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ അവിടുന്ന്. അവർ പറയും, ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല, അതിനകത്ത് തെളിവ് എവിടെയായി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകിച്ച് അതിൻ്റെ തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല
നിങ്ങളങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തള്ളിവിടാം. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമാണ്. പക്ഷെ അള്ളാഹു നീതിമാനാണ്. അവൻ ഓരോരുത്തരും ചെയ്ത തെറ്റുകളും ശരികളുമൊക്കെ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കും. നിങ്ങളിതാ ചെയ്ത തെറ്റുകൾ ഇതാണ്, ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് അതിൻ്റെ തുലാസുകൾ, അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് മീസാനായിക്കൊണ്ട് അതിൻ്റെ അളവ് കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇന്നത് ചെയ്തു, ഇന്ന സമയത്ത് ഇന്ന നന്മ ചെയ്തു എന്നുള്ളതൊക്കെ അവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ സൂറത്ത് 21 അധ്യായത്തിലെ 47 വചനം അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ, മീസാൻ നാം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അന്ന് കർമ്മം ഒരു കടുകുമണി തൂക്കമാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. കണക്ക് നോക്കുവാൻ നാം തന്നെ മതി. അപ്പം മൊത്തത്തിലുള്ള കണക്ക്, എല്ലാ ജനങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും കണക്ക് നോക്കാൻ, അല്ലെങ്കിൽ എല്ലാ ജിന്നുകളുടെയും ഒക്കെ കണക്ക് നോക്കാൻ ആര് മതി? അത് അള്ളാഹു തന്നെ മതി, ഇന്നതാണ് എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് അവർ തന്നെ മതി എന്ന് പറയുന്ന വേറൊരു ഇതുണ്ട്. അവനവനെ ഉള്ള കണക്ക്, മറ്റുള്ളവരുടെ കണക്ക്, മൊത്തത്തിലുള്ള കണക്ക് അള്ളാഹു മതി. അതേ സ്ഥാനത്ത് സ്വന്തം കണക്ക് നീ തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്ന വേറൊരു വചനം നമുക്ക് കാണാം. ഓരോ മനുഷ്യനും അവൻ്റെ ശകുനം അവൻ്റെ കഴുത്തിൽ തന്നെ നാം ബന്ധിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നാം ഒരു ഗ്രന്ഥം അവന് വേണ്ടി പുറത്തെടുക്കുന്നതാണ്. അത് നിവർത്തി വെക്കപ്പെട്ടതായി അവൻ കണ്ടെത്തും. നീ നിൻ്റെ ഗ്രന്ഥം വായിക്കുക. നിന്നെ സംബന്ധിച്ചിടത്തോളം കണക്ക് നോക്കുവാൻ ഇന്ന് നീ തന്നെ മതി എന്ന് അവനോട് പറയപ്പെടും. അതായത് ഇത് അടുത്തത്, കാരണം ഓരോരുത്തരുടെ കയ്യിലും ഓരോ ഗ്രന്ഥങ്ങൾ കൊടുക്കും. അതായത് താൻ ചെയ്ത തെറ്റും ശരിയും അടങ്ങിയ കാര്യങ്ങൾ മൊത്തം ഒരു കടുമണി തൂക്കം പോലും, അല്ലെങ്കിൽ ഒരു അണുവിൻ്റെ തൂക്കം പോലും, മിസ്കാല ദർറത്തിൻ ഷർറയ്യറ എന്ന് പറഞ്ഞ പോലെ തൻ്റെ ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് കാണും. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഇവൻ അവിടെ എത്തിയിട്ട് ഇവിടെ നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഞാനിത് ചെയ്തിട്ടില്ല എന്ന് അവൻ ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അവൻ്റെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ അവൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിക്കപ്പെടും. ഇത് എങ്ങനെയാണ് ഈ ഗ്രന്ഥം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം ഇന്ന് നമുക്കറിയാം പല രീതിയിലുള്ള ടെക്നോളജികളും വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു ഡാറ്റാസ് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പല രീതിയിലാണ് നമ്മൾ ഒരു ക്ലിക്കിന് കൊണ്ട് അത് ഇങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലേ. ഒരു ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ടെക്നോളജി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് വരിക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു സംഭവം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ഗ്രന്ഥം, എന്താണ് ഈ ഗ്രന്ഥം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത് അന്ന് പരലോകത്ത് വെച്ച് അത് നമുക്ക് കാണിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ മലക്കുകൾ എഴുതുന്നത്, എന്താണ്, ഏത് മഷിയാണോ ഉപയോഗിക്കുന്നത്, പെന്നാണോ ഉപയോഗിക്കുന്നത്, അതൊന്നും നമുക്കറിയില്ല. അത് എന്താണ്, അത് കാരണം നമ്മൾക്ക് അദൃശ്യമായ രീതിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ കണ്ണിൻ്റെ മൂടി അന്ന് തുറക്കപ്പെടും. അത് നമുക്ക് കൃത്യമായിട്ട് അന്നാണ് ബോധ്യപ്പെടുക. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, എന്തിനാണ് ഈ സർവശക്തനായ സർവ കാര്യങ്ങൾ അറിയുന്ന ദൈവത്തിന് ഇതിൻ്റെ ആവശ്യം എന്നുള്ളത്? അവനല്ല ഇതിൻ്റെ ആവശ്യം, നമുക്കാണ് ഇതിൻ്റെ ആവശ്യം. കാരണം നമ്മൾ ആരും അനീതി ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പം ഇസ്ലാമിന് എതിരെ നിങ്ങൾ പറഞ്ഞു കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന കളവുകളും എല്ലാം നാളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും അതുപോലെ തന്നെ പരസ്യമായും രഹസ്യമായും നിങ്ങൾ ചെയ്യുന്ന എല്ലാ തിന്മകളും നന്മകളും നിങ്ങൾക്ക് നാളെ കാണിക്കപ്പെടും. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി കൂടിയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അല്ലാതെ ഇത് ഇയാൾ വിചാരിച്ചത് പിന്നെ അപ്പോൾ നാളെ ഇതേ ആളുകൾ അവിടെ വെച്ചിട്ട് ഇതൊക്കെ
ചെയ്ത് കാണിച്ചു കൊടുത്താൽ പോലും ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുന്നതായിട്ടും ഒക്കെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നരകാവകാശികൾ അവർ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ആ കാവൽക്കാരായിട്ടുള്ള നരകത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ദൂതന്മാർ വന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ അവർ പറയും എന്താ, അതേ വന്നിരുന്നു, പക്ഷെ ഞങ്ങളത് വിശ്വസിച്ചില്ല, ഇതൊക്കെ ആരൊക്കെ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്, ഇദ്ദേഹമൊക്കെ ചെയ്യുന്ന പോലെ. എന്തായാലും ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഖുർആൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം ഇദ്ദേഹത്തിന് എന്താ പറയുക കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.